നമ്മളിന്ന് വന്നിരിക്കുന്നത് വയനാട് ജില്ലയിലെ വൈത്തയിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നിട്ടുള്ള ഒരു അടിപൊളി നാച്ചുറൽ ആയിട്ടുള്ള ഒരു 3 റൂം ചെറിയൊരു പ്രോപ്പർട്ടിയാണ്. 3 റൂംസ് വില്ലാസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയിലേക്കാണ്. അപ്പോൾ നമുക്ക് ആ പ്രോപ്പർട്ടിയിലെ റൂം, ഇവിടുത്തെ ഫെസിലിറ്റീസ്, ഇവിടെ എന്തൊക്കെ എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്, ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എങ്ങനെ എൻജോയ് ചെയ്യാമെന്നൊക്കെ നമുക്ക് കാണാം. നമുക്ക് പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഞാൻ ആദ്യം നിങ്ങളോട് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു 3 റൂംസ് ഉള്ള ഒരു ചെറിയ പ്രോപ്പർട്ടിയാണ്. ചെറിയ പ്രോപ്പർട്ടി ആണെങ്കിലും അകം വിശാലമാണെന്ന് പറയുന്ന പോലെ ഒരുപാട് സ്പേസ് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വരുന്ന വഴി തന്നെ നിങ്ങൾക്ക് കണ്ടറിയാം, ഫുള്ളി കോഫി പ്ലാന്റേഷൻസ്, അതുപോലെ തന്നെ ഫുൾ ട്രീസാണ്, ഫുൾ നാച്ചുറാലിറ്റിയാണ്, ഫുൾ നാച്ചുറൽ പ്രോപ്പർട്ടിയാണ്. ശരിക്കും ചുറ്റും കുറേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കൂൾ ആംബിയൻസ് ആണ്. ഇതിപ്പോൾ ഇവിടുത്തെ ഒരു കാറ്റഗറി റൂമാണ്. 2 ബെഡ്റൂം വില്ലയാണിത്. 2 ബെഡ്റൂംസ് ഉണ്ട് ഇവിടെ. അതുപോലെ നമുക്കൊരു ബാച്ചിലേഴ്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോ കപ്പിൾസ് ആയിട്ടൊക്കെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് കൂടുതൽ ഇതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഇവിടുത്തെ സിംഗിൾ റൂം കോട്ടേജിലേക്കാണ്. അപ്പോൾ നമുക്ക് കോട്ടേജ് എങ്ങനെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. അത് കപ്പിൾസിനൊക്കെ പറ്റിയ റൂംസ് ആട്ടോ. അപ്പോൾ നമുക്ക് റൂമിലേക്ക് കയറാം. റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല കൂൾ ആംബിയൻസ് ആണ്, കാരണം ചുറ്റും ട്രീസൊക്കെ ഉള്ളതുകൊണ്ട് റൂംസൊക്കെ നല്ല കൂളാണ്. ഇതുപോലെ തന്നെ ഇവിടുത്തെ ഇൻറ്റീരിയറൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. റൂംസിൻ്റെ ഇൻറ്റീരിയറൊക്കെ നല്ല ഭംഗിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ലിവിംഗ് റൂമാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ലിവിംഗ് സ്പേസ്, ഇവിടെ ഒരു സോഫ കമ്പൗണ്ടൊക്കെ ആയിട്ട് ലിവിംഗ് സ്പേസ്. പിന്നെ ഇവിടെ ഒരു സെപ്പറേറ്റഡ് ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ഒരു മിനി ബാറൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റഡ് ഏരിയ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട്. പിന്നെ ഇങ്ങോട്ടേക്കാണ് റൂംസ് വരുന്നത്. റൂമിലേക്ക് കയറി വരുമ്പോൾ വാവ് എക്സ്പീരിയൻസ് ആണ്, കാരണം നല്ല ഇൻറ്റീരിയർ വർക്ക്. അതുപോലെ തന്നെ ഇതാ റൂമിൻ്റെ ഈ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് ഇതാ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഒരു ഓപ്പൺ ഗ്ലാസ് ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുള്ള വ്യൂ കാണാൻ പറ്റും. പിന്നെ ബെഡൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് റൂമിലേക്ക് വന്നപ്പോൾ ഇവിടുത്തെ ഇൻറ്റീരിയർ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്, അടിപൊളി ഇൻറ്റീരിയർ, നന്നായിട്ട് അവർ മേക്ക് ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ വർക്കൊക്കെ. അതുപോലെ ഇവിടുത്തെ ഫ്ലോർ വർക്ക് ആണെങ്കിലും പിന്നെ ഇവിടുത്തെ വുഡ് വർക്കറൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാർട്ടിലേക്ക് വരുമ്പം ഇതവിടെ ഒരു ബാഡ്റൂം, നല്ല അത്യാവശ്യം നല്ല ഫുള്ള് നല്ല സൗകര്യമുള്ള ബാഡ്റൂം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് വാഷ്റൂം ആണെങ്കിലും നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബാത്ത് ടവല് കാര്യങ്ങൾ സപ്ലൈസ് ഒക്കെ വെച്ചിട്ട് നല്ല വൃത്തിയായിട്ട് വാഷ്റൂം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ചെറിയ പ്രോപ്പർട്ടി ആണെങ്കിലും വലിയൊരു പൂൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും നമുക്ക് ഏത് പ്രോപ്പർട്ടി പോയാലും നമ്മൾക്ക് പൂളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഘടകമാണല്ലോ. അപ്പോൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു 5 ഫീറ്റ് ആഴം വരുന്നൊരു പൂളാണ്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ടൊരു കിഡ്സ് പൂൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പൂളിൻ്റെ ഏരിയയൊക്കെ ചുറ്റും അവർ ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചുറ്റും നല്ല പുല്ലൊക്കെ വെച്ച്, പുല്ല് നല്ല പ്ലാന്റേഷൻസ് ഒക്കെ വെച്ച് നല്ല ആംബിയൻസിലാണ് പൂള് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ പൂള് തീർച്ചയായിട്ടും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആയിരിക്കും. അപ്പം നമുക്ക് ആ പൂളിൻ്റെ ഒരു വ്യൂവിലേക്ക് പോകാം. പിന്നെ ഈ പൂളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈഡിൽ കൂടെ ഫുള്ള് പ്ലാന്റ്സ് ഒക്കെ വെച്ച് നല്ല ട്രീസ്, ചെറിയ ചെറിയ ട്രീസും ഫ്ലവേഴ്സൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാം. പിന്നെ അവിടെ ഒരു ചെറിയൊരു വാഷ്റൂം ഉണ്ട്, പൂളായിട്ട് ആഫ്റ്റർ ബാത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഷ്റൂം ഉണ്ട്. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിൽ ഫുൾ ഫോറസ്റ്റ് ഏരിയ ഒക്കെയാണ്. നല്ല ആംബിയൻസ് ആണ് ഇവിടെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഏരിയ ആണ്. അതായത് ഇവിടുത്തെ ഫിഷിംഗ് ഏരിയ, ഫിഷിംഗ് പോണ്ട്, അതുപോലെ തന്നെ കിഡ്സ് പ്ലേ ഏരിയ, ഇവരെല്ലാം ഒരു സ്ഥലത്താണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രോപ്പർട്ടിയുടെ ആ എൻട്രൻസിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ തന്നെ ഇങ്ങനൊരു ഏരിയ ഉണ്ടാവുന്നതിന് ഭയങ്കര സർപ്രൈസിങ് ഏരിയ ആണിത്. അപ്പോൾ നമുക്ക് ഇവിടെ വലിയൊരു പോണ്ടുണ്ട്, ഫിഷിംഗ് പോണ്ടുണ്ട്. പിന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വന്നാൽ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഏരിയ ആണ് ഇത്. കാരണം വലിയൊരു ഫിഷ് പോണ്ട്, അതുപോലെ ഫിഷ് പോണ്ടിൻ്റെ സൈഡിലായിട്ട് കിഡ്സ് പ്ലേ ഏരിയ, കിഡ്സിന് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു കിഡ്സ് പ്ലേ ഏരിയ ആണ്. അതുപോലെ ഇവിടെ നമുക്ക് ഇരുന്നുകൊണ്ട് കോഫി, ടീ, സ്നാക്സ് ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഈ ഫിഷ് പോണ്ടിൻ്റെ സൈഡിലായിട്ട് ടേബിള് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു സ്വിങ്, നമുക്ക് ഈ ഫിഷിങ്ങും അതുപോലെ തന്നെ ഫിഷ് പോണ്ടൊക്കെ ആസ്വദിച്ചുകൊണ്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്വിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫിഷ് പോണ്ടിലേക്ക് പോകുന്ന വഴിയാണിത്. ഇതാണ് ഫിഷിങ്ങിനൊക്കെ ആയിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ചുറ്റും അവരുണ്ട്. അവിടെ ചെറിയൊരു മാനിൻ്റെ സ്റ്റാച്ചു, പിന്നെ ഒരു കൊക്കിൻ്റെ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ട് ശരിക്കും നാച്ചുറലായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ കുളത്തിൽ താറാവും സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ 2-3 താറാവുകളൊക്കെ അവിടെ ഇങ്ങനെ കളിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഫുൾ ഫിഷ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫിഷിങ് ചെയ്തിട്ട് ഇവിടെ നിന്ന് തന്നെ നമുക്കത് ഫ്രൈ ചെയ്ത് കഴിക്കാം. നമുക്ക് തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് തന്നെ ഇവിടെ ഫിഷിംഗ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നല്ലൊരു ഫിഷിംഗ് ഏരിയ, അതുപോലെ അവിടെ ബെഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് നമുക്കിവിടെ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഇവർ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇവിടെ പെഡൽ ബോട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പെഡൽ ബോട്ടിംഗ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ എൻ്റർടൈൻമെൻറ്റ് അടിപൊളി ഏരിയ ആയിരിക്കും. അതുപോലെ തന്നെ ഈ സൈഡിൽ കണ്ടോ, അപ്പോൾ നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. ചെറിയൊരു പോണ്ട്, അതായത് ആമ്പലൊക്കെ ആയിട്ട് ചെറിയൊരു പോണ്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുകൊണ്ട് തന്നെ ആസ്വദിക്കാൻ പറ്റുന്ന നാച്ചുറലായിട്ടൊരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഈ ഫിഷ് പോണ്ടിൻ്റെ ഹൈലൈറ്റ് ഏരിയ ആണ് കേട്ടോ ഈ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ബ്രിഡ്ജ് നല്ല ഭംഗിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങോട്ട് പോകുന്തോറും താഴേക്ക് അങ്ങോട്ടേക്ക് ക്യാമറ കൊണ്ടായി കാണാം. ആ വശത്ത് ഇതിന് കാലൊന്നുമില്ല. അപ്പം കുറച്ചിങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു അഡ്വഞ്ചർ, ഒരു ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറുന്ന ഒരു ഫീലിംഗ് കിട്ടും. ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ വരുമ്പോൾ ഈ ഒരു ഏറ്റിലെത്തുമ്പോൾ ഇവിടെ ചെറിയ കുലുക്കമൊക്കെ ഉണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കൊരു അഡ്വഞ്ചർ എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ ഒരു പോണ്ടൊക്കെ ഇവിടെ നിന്ന് ആസ്വദിക്കാം. അതുപോലെ തന്നെ ലോങ് വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് എന്താ പറയുക, ഫുൾ കൃഷികളും അതുപോലെ തന്നെ ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് എനിക്ക് ഭയങ്കര സീരിയസ്ലി ഞാനിങ്ങനെ പറയാൻ കാരണം അത്രയ്ക്ക് ഇഷ്ടമായി എനിക്ക് ഈ പ്രോപ്പർട്ടി. നല്ല ഫുൾ നാച്ചുറലായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഫിഷിങ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിലെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഇവിടുത്തെ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഫിഷിംഗ് നമുക്കിവിടെ ചൂണ്ടയിട്ടിട്ട് ഫിഷിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവർ ഗ്രില്ലൊക്കെ ചെയ്ത് തരും. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫിഷിനെ കിട്ടുമോ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഫിഷിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും എരേനെയൊക്കെ കൊളുത്തിയിട്ട് ചൂണ്ടയിട്ടിട്ടുണ്ട്. മണ്ണിര കേട്ടോ, മണ്ണിരേനെ നമ്മൾ പിന്നെ ചൂണ്ടയിൽ കൊടുത്തിട്ടാണ് ഇടുന്നത്. ഫിഷൊക്കെ വരുന്നുണ്ട്. നമുക്കിവിടെ പിന്നെ ബാർബിക്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷനൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നമുക്കിപ്പോൾ ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ ബാർബിക്യൂ ചെയ്യാനുള്ള സെറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെ സെൽഫായിട്ട് കുക്ക് ചെയ്യാനുള്ള ഒരു കിച്ചൺ. ഇപ്പോൾ നമുക്കിപ്പോൾ വലിയൊരു ബാച്ചിലേഴ്സോ ഫാമിലി ആയിട്ടോ ഒരു ഗെറ്റ് ടുഗദറൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെൽഫായിട്ടായിരിക്കും കുക്ക് ചെയ്യുന്നത്. അപ്പോൾ സെൽഫായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് പോലത്തെ ടേബിളൊക്കെ സെറ്റ്, ഡൈനിങ് ഏരിയ, അതുപോലെ തന്നെ ഇവിടെ ഒരു ക്യാരംസ് കളിക്കാൻ വേണ്ടി അതിനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കിച്ചണും കൂടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെൽഫായിട്ട് കുക്ക് ചെയ്യാനുള്ള ഒരു കിച്ചണൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വെൽ സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫാം റിസോർട്ട് എന്ന് തന്നെ പറയാം. നമുക്കൊരു ഫാം റിസോർട്ടാണിത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടൊക്കെ വന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഏരിയ ആണ് ഇവിടെ. നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങളുടെ വഴികാട്ടി പേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകളും താഴെ രേഖപ്പെടുത്താൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ പേജ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.